ക്ഷേത്രത്തിന്റെ കമാനവും ക്ഷേത്രമതിലിലെ ചിത്രപ്പണികളുമെല്ലാം ഒരു വ്യക്തിയുടെ ശരീരഭംഗിയും വസ്ത്രാലങ്കാരവും പോലെയാണ്. ക്ഷേത്രത്തിനുള്ളിലെ മുഖ്യപ്രതിഷ്ഠയാണ് ആത്മാവ്. അതിനുവേണ്ടിയുള്ളതാണ് പ്രധാനമായി ചെയ്യേണ്ടത്. പ്രതിഷ്ഠ ശക്തമാണെങ്കിൽ ആരാധകർ ആ തിരുനടയിലേക്ക് അന്വേഷിച്ചെത്തിക്കൊള്ളും. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ക്ഷേത്രങ്ങളുടെ നഗരമാണ് തിരുവനന്തപുരം. ചെറുതും വലുതുമായ നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ അനന്തപുരിക്ക് ആത്മീയ ചൈതന്യം പകരുന്നു. പ്രസിദ്ധങ്ങളായ ധാരാളം ശിവക്ഷേത്രങ്ങളും നഗരത്തിനുള്ളിലുണ്ട്. അതിലൊന്നാണ് ശാസ്തമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രം. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ശാസ്തമംഗലം മഹാദേവ ക്ഷേത്രവും ഉൾപ്പെടും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് ശാസ്തമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രം. പ്രഭും പ്രാണനാഥം വിഭും വിശ്വനാഥം ജഗന്നാഥനാഥം സദാനന്ദഭാജം ഭവദ്ഭവ്യഭൂതേശ്വരം ഭൂതനാഥം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. പ്രഭും തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരമേ ശാസ്തമംഗലം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ളൂ. ശാസ്തമംഗലത്ത് നിന്നും പേരൂർക്കട റോഡിൽ പൈപ്പിൻമൂട് എന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുമ്പ് അനന്തപുരവാസികൾ കുടിക്കാനും മറ്റും ഉപയോഗിച്ചിരുന്നത് കിള്ളിയാറിലെ വെള്ളമായിരുന്നു. കിഴക്കൻ മലയിൽ നിന്ന് തെളിനീരുമായി ഒഴുകിയെത്തിയ കിള്ളിയാറിനോട് ചേർന്നാണ് മഹാദേവ ക്ഷേത്ര പ്രതിഷ്ഠ. കിള്ളിയാറിനോട് ചേർന്ന് വയലും പിന്നെ കുന്നുമായിരുന്നു പണ്ടിവിടം. കുന്നിലാണ് മഹാദേവ ക്ഷേത്രം. പച്ചപ്പിന്റെ ദൂരക്കാഴ്ചകൾ മറയ്ക്കാത്ത ഈ പ്രദേശം വശ്യമായിരുന്നുവെന്നാണ് പഴമക്കാർ പറയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ കിള്ളിയാറ് കിഴക്ക് ഭാഗത്തൂടെ ഒഴുകുന്നതാണ് പ്രശസ്തമായ കിള്ളിയാറ്. കിള്ളിയാറാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത്. അവിടെ നിന്ന് സാധാരണ ഉള്ള ഐതിഹ്യം പോലെ തന്നെ ഒരു ഹരിജൻ സ്ത്രീ അവിടെ നിന്ന് കുളത്തിൽ വെള്ളവുമായിട്ട് വരികയും, ഇത് എള്ളുവിള എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം. ഇവിടെ അന്ന് പണ്ട് പാറക്കെട്ടുകളൊക്കെ ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ ആ കലം താഴെ വീഴുകയും അത് വീഴുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയപ്പോൾ അവിടെ രക്തം കണ്ടുവെന്നും അങ്ങനെ ചാത്ത മൺകലവുമായി വന്ന സ്ഥലമാണ് പിൽക്കാലത്ത് പരിണമിച്ച് ശാസ്തമംഗലമായി മാറി എന്നുമാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. ശാന്ത സ്വരൂപമുള്ള ഇതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ പൂർണ്ണ പ്രദക്ഷിണമാണ്. അല്ലാതെ പകുതി സ്ഥലത്ത് വടക്ക് ഭാഗത്ത് വന്നിട്ട് തിരിച്ച് പോയി ചെന്ന് തൊഴുന്ന ഒരു രീതിയല്ല. പൂർണ്ണമായിട്ട് ശിവേലി ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് പൂർണ്ണ പ്രദക്ഷിണ ഉള്ള ഒരു ക്ഷേത്രമാണ് ഈ ശിവക്ഷേത്രം. അതുപോലെ തന്നെ ഇവിടുത്തെ ഗണപതി ഒക്കത്ത ഗണപതി എന്ന് പറയുന്നതാണ്. കാരണം മറ്റൊരു സ്ഥലത്ത് ഈശാന കോണിൽ പ്രത്യേകിച്ച് അല്ല ഇവിടെ ഗണപതി പ്രതിഷ്ഠ. ആ ഗർഭഗൃഹത്തോട് ചേർന്ന് തെക്ക് ഭാഗത്ത് ചേർന്നിരിക്കുന്നതാണ് ഗണപതി പ്രതിഷ്ഠ. അപ്പോൾ അതിനും ആ പ്രതിഷ്ഠയ്ക്കും ഒരു വലിയ പ്രത്യേകത ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് താഴെ നമ്മുടെ നാഗരുടെ പ്രതിഷ്ഠയുണ്ട്. മറ്റ് പ്രതിഷ്ഠകളൊന്നുമില്ല. ദേവി പ്രതിഷ്ഠയോ അല്ലെങ്കിൽ മുരുകൻ്റെ പ്രതിഷ്ഠയോ ഒന്നുമില്ല. പക്ഷേ ഇവിടെ അയ്യപ്പൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. അത് ഈ ആറ്റിൻ്റെ കരയിൽ നിന്ന് ആയിരുന്ന ഭൂതത്താനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അത് കൊണ്ടുവന്നതിലൊരു പ്രത്യേകതയുണ്ട്. സാധാരണഗതിയിൽ ഇപ്പം ഈ ഇരിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ പ്രതിഷ്ഠ വയ്ക്കാറില്ല. അത് അവിടെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠ ഈ കാണുന്നുണ്ട്. ഇത് നേരെ എതിർ സൈഡിൽ തെക്ക് ഭാഗത്താണ് ഈ പ്രതിഷ്ഠ വരുന്നത്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് പ്രതിഷ്ഠ സാധാരണ വയ്ക്കുന്നത്. ഇതിപ്പോൾ അങ്ങനെയല്ല ഇവിടെ വെച്ചിരിക്കുന്നത്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. അതും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മഹാദേവനെ പ്രതിഷ്ഠിച്ച കുന്നിനെ രാധാപുരം എന്നറിയപ്പെട്ടിരുന്നു. കാലം മാറിയപ്പോൾ വയലെല്ലാം വില്ലകളായി. രാധാപുരം രാധാനഗറുമായി. കിള്ളിയാർ കാളകൂടമൊഴുകുന്ന നീർച്ചാലുമായി. ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. 700 വർഷങ്ങൾക്കപ്പുറമുള്ള ചരിത്ര പഴക്കമുണ്ട് ശാസ്തമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്. തിരുവിതാംകൂർ രാജാക്കന്മാർ മുടങ്ങാതെ ഇവിടെ ദർശനം നടത്തിയിരുന്നു.
ശാസ്തമംഗലത്ത് എഴുന്നള്ളത്തിൻ്റെ ഫോട്ടോകളും അന്ന് രാജാവ് ഇവിടെ വരുന്നതിൻ്റെയൊക്കെ പഴയ ചിത്രങ്ങൾ രാജകുടുംബത്തിലുണ്ട്. അപ്പോൾ രാജാവിൻ്റെ രഥം ശാസ്തമംഗലത്ത് വന്ന് നിന്നിട്ട് അദ്ദേഹം ഇവിടെ നിന്ന് നടന്ന് വന്ന് ഈ പടിഞ്ഞാറേ നട വഴിയാണ് അകത്ത് കയറി ദർശനം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് വിശ്രമിക്കാനുള്ള സ്ഥലം ഇവിടെ മേട, അത് പുരാവസ്തുവിൻ്റെ പേരിൽ രേഖപ്പെടുത്തി ഇന്നും അത് നിലനിർത്തുന്നുണ്ട്. അത് ഒരുപാട് ഇത് കഴിഞ്ഞതിന് ശേഷം അതിനെ പൊളിക്കാൻ ഇതുവരെയും സമ്മതിച്ചിട്ടില്ല ഗവൺമെൻറ് തന്നെ. അപ്പോൾ ശാസ്തമംഗലം ആ രഥപ്പുരക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം ഇന്നും ശാസ്തമംഗലത്ത് വളരെ പ്രശസ്തമാണ്. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് ഒരു വിളിപ്പാട് അകലമേയുള്ളൂ ക്ഷേത്രത്തിലേക്ക്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ ഈ ക്ഷേത്രത്തിന് തിരുവിതാംകൂർ കൊട്ടാരവുമായി ബന്ധമുണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഒരിക്കൽ മാർത്താണ്ഡവർമ്മയെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അന്ന് രാധാപുര ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന കൂപക്കര പോറ്റിയായിരുന്നു. ഇതിന്റെ നന്ദി സൂചകമായി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ബന്ധുക്കളും പരിവാരങ്ങളും മുറ തെറ്റാതെ ക്ഷേത്രത്തിലെത്തി ദേവനെ വണങ്ങിയിരുന്നു. ക്ഷേത്രത്തിലെത്തുന്ന രാജകുടുംബാംഗങ്ങൾക്ക് വിശ്രമിക്കാൻ ഒരുക്കിയിരുന്ന പ്രത്യേക സ്ഥലം ഇന്നും ക്ഷേത്ര പരിസരത്തുണ്ട്. പക്ഷേ അവഗണനയും കാലപ്പഴക്കവും കൊണ്ട് വിശ്രമസ്ഥലം ജീർണാവസ്ഥയിലാണിപ്പോൾ. മുമ്പ് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ടിൽ പങ്കെടുക്കാൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള കൊട്ടാരത്തിൽ നിന്ന് രാജാവും പരിവാരങ്ങളും എത്തിയതിൻ്റെ ചരിത്രരേഖകളുണ്ട്. 6 വെള്ളക്കുതിരകൾ വലിക്കുന്ന സ്വർണ്ണരഥത്തിലായിരുന്നു കൊട്ടാരത്തിൽ നിന്ന് മഹാരാജാവ് ശാസ്തമംഗലം ക്ഷേത്രസന്നിധിയിൽ എത്തിയിരുന്നത്. രാജാവിൻ്റെ രഥത്തിന് പിന്നാലെ പിന്തുടർച്ച അവകാശികൾ, കോയിക്കൽ തമ്പുരാക്കന്മാർ, മുഖ്യ ന്യായാധിപൻ തുടങ്ങിയവർ വെവ്വേറെ രഥങ്ങളിൽ രാജാവിനെ അനുഗമിക്കുമായിരുന്നു. രഥഘോഷയാത്ര വെള്ളയമ്പലത്തെത്തി അവിടെ നിന്നാണ് ശാസ്തമംഗലം മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ എത്തിയിരുന്നത്. പരബ്രഹ്മബ്രഹ്മാദിഭിർവന്ദ്യമാനം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാന പൂജാരിയുടെ വസതിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ച ശേഷം രാജാവും പരിവാരങ്ങളും മടങ്ങുന്നതായിരുന്നു പതിവ്. അന്ന് അനന്തപുരിയിലെ പ്രധാന ഘോഷയാത്രയായിരുന്നു ശാസ്തമംഗലം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള രാജാവിൻ്റെ സന്ദർശനം. പകിട്ടാർന്ന ഈ ഘോഷയാത്ര കാണാൻ രാജപാതയ്ക്ക് ഇരുവശവും നഗരവാസികൾ തടിച്ചുകൂടിയിരുന്നു. മറ്റ് ശിവക്ഷേത്രങ്ങളിലില്ലാത്ത ഒരു പ്രത്യേകത ഈ ക്ഷേത്രത്തിനുണ്ട്. ഇവിടെ ശ്രീ മഹാദേവനോടൊപ്പം പാർവതീദേവിക്കും തുല്യ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. ഇരുവർക്കും പ്രിയപ്പെട്ട കൂവള മരത്തിനുമുണ്ട് ആരാധനാ പ്രാധാന്യം. ക്ഷേത്രത്തിലെ വലിയ ബലിക്കല്ലും അപൂർവതയാണ്. ഗണപതി, അയ്യപ്പൻ, ശ്രീമുരുകൻ, ഭദ്രകാളി, വീരഭദ്രൻ എന്നീ ഉപദേവതകൾക്കും ഇവിടെ നിത്യപൂജയുണ്ട്. നാഗദേവതകൾ, ഭദ്രകാളി തുടങ്ങിയ ദേവതകൾക്ക് ക്ഷേത്ര ചുറ്റുമതിലിന് പുറത്തും പ്രതിഷ്ഠയുണ്ട്. ശരശ്ചന്ദ്രഗാത്രം ഗണാനന്ദപാത്രം ത്രിനേത്രം പവിത്രം ധനേശസ്യ. ഓരോ ക്ഷേത്രങ്ങൾക്കു പിന്നിലും തലമുറകൾ പറഞ്ഞു വരുന്ന ചില നാട്ടുകഥകളും ഐതിഹ്യങ്ങളുമുണ്ട്. അത്തരത്തിലൊരു ഐതിഹ്യം ശ്രീ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചും പറഞ്ഞു വരുന്നു. വളരെ പണ്ട് പശുക്കൾക്കു വേണ്ടി പുല്ലരിയാൻ പോയ ഒരു സ്ത്രീ കത്തിക്ക് മൂർച്ച കൂട്ടാൻ അടുത്ത് കണ്ട ഒരു പാറക്കല്ലിൽ കത്തി രാഗി മിനുക്കി. പെട്ടെന്ന് ആ പാറയിൽ നിന്നും രക്തം ഒഴുകി വരുന്നത് അവർ കണ്ടു. ഭയപ്പെട്ടുപോയ സ്ത്രീ നടന്ന സംഭവങ്ങളെല്ലാം ബന്ധുക്കളോടും നാട്ടുകാരോടും പറഞ്ഞു. സ്ത്രീ പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യപ്പെട്ട അവർ നാട്ടുപ്രമുഖരെ കൊണ്ട് ദേവപ്രശ്നം വയ്പ്പിച്ചു. രക്തം പൊടിഞ്ഞ പാറയിൽ ശിവചൈതന്യമുണ്ടെന്നും
അവിടെ മഹേശ്വരന് ക്ഷേത്രപ്രതിഷ്ഠ നടത്തണമെന്നും ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു. അധികം താമസിയാതെ പാറയിരുന്ന സ്ഥലത്ത് ചെറിയൊരു ക്ഷേത്രം നിർമ്മിച്ചു. അവിടെ മഹാദേവ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. സ്വയം യപ്രഭാത്തെ നരശൂലപാണേ പഠേത്തോത്രരത്നം വിഹിപ്രാപ്യരത്നം സുപുത്രം. അനവധി തവണ പുനരുദ്ധാരണങ്ങൾ കൊണ്ടാണ് ശിവസന്നിധി ഇന്ന് കാണുന്ന തരത്തിൽ മഹാക്ഷേത്രമായി മാറുന്നത്. ശിവപാർവതിമാർ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന പ്രതിഷ്ഠാ സങ്കല്പം ഉള്ളതുകൊണ്ട് തന്നെ ധനുമാസത്തിലെ തിരുവാതിര ഉത്സവത്തിന് ഏറെ പ്രാധാന്യമുണ്ടിവിടെ. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ തൃക്കൊടിയേറി 10-ാം നാളിൽ ആറാട്ടോടുകൂടി ഉത്സവം അവസാനിക്കുന്നു. മഹാശിവരാത്രിയും അതിവിപുലമായി ഇവിടെ ആചരിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹത്തിനായി വ്രതങ്ങൾ അനുഷ്ഠിക്കാനും അഖണ്ഡ പ്രാർത്ഥനകൾക്കുമായി ദൂരെ നിക്കിൽ നിന്നുപോലും അനേകം ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു. അഗണിത ഗുണഗണ അമിത ശിവഹര. സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിന്റെയും എല്ലാ സൗകുമാര്യങ്ങളും രൗദ്രതയും ഒത്തുചേരുന്ന ശ്രീ പരമേശ്വരന്റെ ചൈതന്യം കുടികൊള്ളുന്ന പുണ്യസ്ഥലമാണ് ശാസ്തമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രം. സർവം തികഞ്ഞ ഈശ്വര സങ്കല്പത്തിന്റെ ഉത്തമ ഭാവമാണ് ഇവിടെ ശ്രീ മഹാദേവന്. ഇന്ദുകലാധര ഇന്ദ്രാദി പ്രിയ സുന്ദര രൂപ സുരേശ ശിവഹര. സാംബ സദാശിവ 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 സാംബ സദാശിവ.